ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സില ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പെട്ടെന്നൊരു പെറ്റ് സ്കാൻ വേണമെന്നും അതിനായിട്ട് പോവുകയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. 3 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2022 ആദ്യമായിട്ട് അസുഖം വന്നത്. കാർസിനോമ സ്റ്റൊമക്കായിരുന്നു. അന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു, സർജറി, കീമോ എല്ലാം ചെയ്ത് ഞാൻ പെട്ടെന്ന് റിക്കവറായി. പിന്നെ ഒരു വർഷം നോർമൽ ലൈഫിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ 2024 എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ. ഞാനൊരു ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു 10 കിലോ പോലും വെയിറ്റ് എല്ലാം കുറഞ്ഞ് ഫുഡ് ഇറങ്ങാനൊക്കെ പ്രശ്നം വന്ന് ആ ഒരു അവസരത്തിൽ വീണ്ടും CT എടുത്തപ്പോഴാണ് എൻ്റെ സ്റ്റൊമക്കിൽ വീണ്ടും അസുഖം വന്നിട്ട് ലിവറിലോട്ടും കൂടെ സ്പ്രെഡ് ചെയ്തൊരവസ്ഥയിൽ കണ്ടെത്തിയത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ. വെയിനിലൂടെയുള്ള കീമോക്ക് ശേഷം ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കീമോയുടെ ടാബ്ലറ്റ് കാപ്പിസിറ്റാബിനും അതേപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനും എടുത്തു വരികയായിരുന്നു കേട്ടോ. സർജറിയിലൂടെ സ്റ്റൊമക്ക് റിമൂവ് ചെയ്തതിനോണ്ട് തന്നെ ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഇത്തിരി എല്ലാം കഴിക്കാനേ പറ്റുള്ളൂ. എന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ. ഫുഡ് ചെസ്റ്റിൽ കൊണ്ട് നിൽക്കുക, ഇറങ്ങാതായി പോവുക. എല്ലാവരോടും ഒത്ത് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഫുഡ് ചെസ്റ്റിൽ കൊണ്ടിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്തുള്ള ആൾക്കാർ പുറത്തെല്ലാം തട്ടി ചില സമയത്ത് അത് വോമിറ്റ് ചെയ്ത് പോരും കേട്ടോ. ചിലപ്പോൾ അവിടെ അത് നിന്നിട്ട് എനിക്ക് ശ്വാസം കിട്ടാത്തൊക്കെ ഒരവസ്ഥ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ മെഡിസിൻ എല്ലാം എടുക്കുമ്പോൾ മെഡിസിന് ഈ കൊല്ലിൻ്റെ ഭാഗത്ത് കെട്ടി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ നമ്മൾ ഡോക്ടറെ പോയി കണ്ട്, അപ്പോൾ ഡോക്ടർ പെറ്റ് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയാണ് പെറ്റ് സ്കാൻ എടുക്കുന്നത്. പെറ്റ് സ്കാന് പോകുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പെറ്റ് സ്കാന് പോവുകയാണ്, എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേഷനൊന്നും കിട്ടാനിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതറിയാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ തീരെ വയ്യാണ്ടായോ എന്നെല്ലാം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അത് എല്ലാവർക്കും പിന്നെ മനസ്സിലാവുന്നു. അതേപോലെ തന്നെ എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്ന് അപ്പോൾ എൻ്റെ സ്റ്റൊമക്കിലുള്ള അസുഖം, സ്റ്റൊമക്കിലും ലിവറിലും എനിക്ക് അസുഖം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിന് നടന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റൊമക്കിലുള്ള ആ സിസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് സൈസ് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഫുഡ് ചെസ്റ്റിൽ കൊള്ളുന്നതും ഇറങ്ങാതെ വരുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൽ റിസൾട്ടിൽ വന്നത്. ആ സിസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ടുണ്ട്. അതേസമയം അൽഹംദുലില്ലാ എൻ്റെ ലിവറിലുള്ള സിസ്റ്റ് പൂർണ്ണമായിട്ടും പോയിട്ട് അവിടെ ഒരു അടയാളം പോലും ഇല്ല. അതേപോലെ തന്നെ എവിടെയിട്ടും സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ സ്പ്രെഡ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ എനിക്ക് ഡോക്ടർ റേഡിയേഷൻ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ഇറങ്ങാത്ത വിഷമം എന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ, കൊല്ലിയിലാണോ വീണ്ടും അസുഖം വന്നത് എന്നെല്ലാം. അപ്പോൾ അതല്ല കേട്ടോ, സ്റ്റൊമക്കിൽ തന്നെയാണ്. അത് പുതുതായിട്ട് വന്നതൊന്നുമല്ല, അവിടെ ഓൾറെഡി അസുഖം ഉണ്ട്. അതൊന്ന് ഇത്തിരി സൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ റേഡിയേഷൻ എടുക്കുന്നത്. അല്ലാതെ തൊണ്ടക്കൊന്നും അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് റേഡിയേഷന് വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യാനുള്ള CT എല്ലാം ചെയ്തു കേട്ടോ. അതെല്ലാം അവിടെ മാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2-ാം തീയതിയാണ് റേഡിയേഷന് വേണ്ടിയിട്ട് പോകേണ്ടത്. അപ്പോൾ തുടർച്ചയായിട്ട് 15 റേഡിയേഷനാണ് പറഞ്ഞത്. അപ്പോൾ ആ 15 ദിവസം നമ്മളെന്നും യാത്രയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള CH സെൻറ്ററിൽ നിൽക്കണം എന്നാണ് വിചാരിക്കണേ. ഞാൻ ഓൾറെഡി കോഴിക്കോട് MBR ക്യാൻസർ സെൻറ്ററിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് തന്നെയാണ് എനിക്കിപ്പോൾ റേഡിയേഷനും എടുക്കുന്നത്. അപ്പോൾ CH സെൻറ്റർ തൊട്ടടുത്തായതുകൊണ്ട് അവിടെ താമസ സൗകര്യങ്ങളൊക്കെ തീർത്തും ഫ്രീ ആണ്. അപ്പോൾ പുറത്ത് റൂമൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് പൈസ എല്ലാവും. ഇതിപ്പോൾ ഈ ഒരു റേഡിയേഷൻ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത് കൊണ്ടാണ് കുറച്ച് ദിവസം പലരുടെയും കോൾ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞതും മെസ്സേജിന് റീപ്ലൈ ഇല്ലാത്തതും ഒക്കെ കേട്ടോ. അതല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ ഞാൻ ഇപ്പോഴും ഓക്കെയാണ്. ഫുഡ് കഴിക്കാനുള്ള ചെറിയൊരു വിഷമമുണ്ട്, അത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് റേഡിയേഷന് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ റേഡിയേഷന്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എൻ്റെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെയാണ് എൻ്റെ ധൈര്യം. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പറ്റുന്ന പോലെയല്ല ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കട്ടോ. കാരണം നിങ്ങൾ തരുന്ന ഓരോ കമൻസുമാണ് എനിക്കുള്ള ധൈര്യം. ഞാൻ എല്ലാവരെയും കമൻസ് വായിക്കാറുണ്ട്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് അത് എനിക്ക് ഒരുപാട് ആശ്വാസം നൽകാറുണ്ട്. അപ്പോൾ തുടർന്നും ഞാൻ പറ്റുന്ന പോലെ എല്ലാം വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.